മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പുറത്തുവരുന്നു. കൊട്ടുക്കര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. ട്യൂഷന് പോയ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്ക് തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും വിവരങ്ങളുമായി. അനുമോദ്, നമുക്കറിയാം ഈ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത അനുമോദ് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ഈ ഇൻസ്റ്റഗ്രാമിലൂടെ കൊലവിളി മുടക്കുന്നവർ, ഗൂഢാലോചന നടത്തുന്നവർ, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് പ്രായത്തിൻ്റെ ആനുകൂല്യം കിട്ടും, പരീക്ഷയായതിനാൽ, SSLC പരീക്ഷയായതിനാൽ മറ്റ് നിയമപരമായ നടപടികൾ ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിയമത്തിൻ്റെ പഴുതുകളൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു കൂട്ടം കുട്ടികളാണ് ഇവിടെ വളർന്നു വരുന്നത്. അവർ ക്രിമിനൽ വാസനയിലേക്ക് മാറുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഈ അടിപിടിക്കിടെ ഒരു വിദ്യാർത്ഥി നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാൾ പോലും, ഒരു വിദ്യാർത്ഥി പോലും അവരെ പിടിച്ചു മാറ്റാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മുടെ ഈ വിദ്യാർത്ഥികളെ, കുട്ടികളെ ഇങ്ങനെ ഈ അക്രമവാസനയിലേക്ക് മാറ്റുന്നതിൽ പല ഘടകങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ മാതാപിതാക്കൾ പൊതുസമൂഹത്തെയും അല്ലെങ്കിൽ അധ്യാപകരെയും ഇവിടുത്തെ നിയമത്തെയും ഒക്കെ പഠിക്കുമ്പോൾ മാതാപിതാക്കളാണ് ഇവിടുത്തെ ഉത്തരവാദി. ഈ കുട്ടികൾ ഇങ്ങനെയാകാൻ, വഴിപിടച്ചു പോകാനുള്ള കാരണമെന്ന് മാതാപിതാക്കളാണെന്ന് വിമർശിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളെ, സിനിമയെ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ ലഹരിയാണ് ഇതിലെ പ്രധാന വില്ലനെന്ന് പറയുന്നവർ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഇതുപോലെ ഒരു അധ്യാപകർ ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകയോ അല്ലെങ്കിൽ സ്കൂളുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയോ ചെറിയ കുസൃതി കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മുൻപൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശകാരിച്ചു കഴിഞ്ഞാൽ അധ്യാപകനെതിരെ പരാതിയുമായി വരുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർ വിദ്യാർത്ഥിയെ, തങ്ങളുടെ മകനെ മർദ്ദിച്ചുവെന്ന് പരാതിയുമായി മേലുദ്യോഗസ്ഥർ സമീപത്ത് ഈ പരാതിയുമായി പോകുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയല്ലേ ഇതുപോലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വഴിമാറുന്നത്. ഈ കൊണ്ടോട്ടിയിൽ എന്താണ് സംഭവിച്ചത് അനുമോദ്? ടോമ, കൊണ്ടോട്ടിയിലെ ഫെബ്രുവരി 20-നായിരുന്നു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട സംഭവം ഉണ്ടായത്. ഇവർ കൊട്ടുക്കര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 2 പേരും, ഒരാൾ ഇംഗ്ലീഷ് മീഡിയവും ഒരാൾ മലയാളം മീഡിയവും. 2 പേരും തമ്മിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പേരും തമ്മിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ വെച്ച് തന്നെ എപ്പോഴും പരസ്പരം വെല്ലുവിളിയും വാഗ്വാദവും അങ്ങനെയുള്ള ഒക്കെ നടത്തുന്നവരാണ്. അപ്പോൾ മോഡൽ പരീക്ഷ കഴിഞ്ഞ അവസാനത്തെ ദിവസം ആരാണ് കേമൻ, ആരാം എടുക്കുന്നത് തല്ലി തീരുമാനിക്കുക എന്ന് പറഞ്ഞ് 2 പേരും കൂടി കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ സ്കൂളിലെ ഗ്രൗണ്ടിൽ പോയിട്ട് അടി കൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്ത്. ഇതൊക്കെ മൊബൈലിൽ ഒരാൾ പകർത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അടി കൂടുന്നത് കണ്ട് അവിടെ നാട്ടുകാർക്ക് യൂണിഫോം കണ്ട് മനസ്സിലായപ്പോൾ കൊട്ടുക്കര സ്കൂളിൽ എന്ന് പറയുകയും അവർ സ്കൂൾ അറിയിക്കുകയും ചെയ്തു. സ്കൂളിൽ നിന്ന് അധ്യാപകർ വന്നപ്പോഴേക്കും ഇവർ അടികൾ കൂടി അവസാനിപ്പിച്ച് പോയിരുന്നു. പക്ഷെ ആ ദൃശ്യങ്ങൾ പിറ്റേ ദിവസം ആ സ്കൂളിലെത്തുകയും ആ ദൃശ്യങ്ങളിലൂടെ ഈ കുട്ടികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സ്കൂൾ അധികൃതർ അവരെ സെൻഡ് ഓഫ് പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ട, ഈ പരീക്ഷ എഴുതി പോയാൽ മതി എന്ന് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതായത് സ്കൂളിലെ ഏറ്റവും അവസാനത്തെ മോഡൽ പരീക്ഷയുടെ സമയത്തായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായത്. അപ്പോൾ സെൻഡ് ഓഫിൽ പങ്കെടുപ്പിക്കാതിരിക്കുക മാത്രമാണ് സ്കൂളിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നത്. അത് ചെയ്ത് അവരെ ഇപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ട് എന്നാണ് അവർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. ഇനി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ ഹീറോയിസം ആണ് ഇതിലൂടെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സിൽ പണ്ട് നമ്മളൊക്കെ ഈ 90s കിഡ് അല്ലെങ്കിൽ തന്ത ബൈബിളുള്ളവരൊക്കെ പറയാമെന്ന് കൂട്ടിയാൽ മതി. ആ ഇതിലുള്ള സ്കൂളിലുള്ളവരൊക്കെ പരസ്പരം തല്ലിയിട്ടൊക്കെ ഉണ്ടാകും, മുഖത്ത് കൊണ്ടും തല്ലും. പക്ഷേ അതൊക്കെ ആ ഒരു 10 മിനിറ്റിന് അപ്പുറത്തേക്ക് നീണ്ടുപോകുന്നതായിരിക്കില്ല. ഈ പറയുന്ന തല്ലുകയും തന്നെ തോള് കൈയിട്ട് പോവുകയും ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ ഗ്യാങ് ആവുകയാണ്. അവർ മാസമായിട്ട് അക്രമം കാണിക്കുകയാണ്. അത് കാണിക്കുക മാത്രമല്ല, അത് മൊബൈലിൽ ചിത്രീകരിച്ച് അവരുടേതായ ഇൻസ്റ്റാഗ്രാം പേജുകളിലും സൈബർ സ്പേസുകളിലും പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തലം മാറുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ചെയ്യുന്നത് എന്തോ മഹത്തായ ഒരു കാര്യമാണെന്ന് ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി, ആരൊക്കെയോ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി ഇതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ചെയ്ത്
അത് പ്രചരിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടല്ല അത് ചെയ്യുന്നത്. പക്ഷേ അത് തങ്ങളുടെ മാസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഈ അക്രമങ്ങളെയും അത് പ്രചരിപ്പിക്കാനുള്ളൊരു മീഡിയമായിട്ട് ഇൻസ്റ്റഗ്രാമിനെയും സോഷ്യൽ മീഡിയനെയൊക്കെ അവർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇത് കൈവിട്ടു പോകുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പേടിക്കേണ്ടത്. കാരണം സ്കൂളുകളിൽ തല്ലുണ്ടാവുന്നതും പണ്ടത്തെ കാലത്ത് ആ തല്ലിയവർ തന്നെ പിന്നീട് കൂട്ടുകൂടുന്നതൊക്കെ അന്നത്തെ കാലത്തൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നടന്നു പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കാര്യം. അതൊന്നും ഒരു കാലത്തും തല തല്ലിപ്പൊളിച്ച് മറ്റ് സുഹൃത്തിനെ കൊല്ലുന്ന അവസ്ഥയോ അങ്ങനെ ജീവന് ഹാനി വരുന്ന അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവരൊക്കെ പലതിലും അഡിക്റ്റഡ് ആവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ പ്രചരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വേണം. അപ്പോൾ ഈ കുട്ടികൾ സംഭവം അവരിൽ ആരാണ് മികച്ചവൻ അല്ല ആരാണ് ശക്തി കൂടിയവൻ എന്ന് കാണിക്കാൻ വേണ്ടി രണ്ടു കൂടി തല്ലുകൂടി അതിനെ അപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ചു, കൈയടിച്ചു, ഒരാൾ മൊബൈലിൽ അത് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതും ഇപ്പോൾ കൂടുതലായിട്ട് ഷഹബാസിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ കൂടുതലായിട്ട് ഇടം പിടിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഈ ഒരു തരത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അത് മുൻകൂട്ടി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഒരു സംഭവം അത് ചെയ്യുന്നത് ക്രൈമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവുക, ആ ക്രൈമിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണയോടെ പെരുമാറുക, ഇതൊക്കെ ഒരു 15-16 വയസ്സുള്ള കുട്ടികളാണ് ചെയ്യുന്നതെന്ന് ഒരിക്കൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ആ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് പേടിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറ്റില്ല. അതിന് സാമൂഹ്യ മാധ്യമം ഈ കൃത്യമായിട്ട് പറഞ്ഞ സിനിമകളെക്കാളൊക്കെ തീർച്ചയായും അത് തന്നെയാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ പണ്ടും സ്കൂളുകളിലൊക്കെ ഇതുപോലെ സംഘർഷം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആയുധങ്ങൾ എടുക്കുന്നത്. പിന്നീട് അവർക്കെതിരെ സ്കൂളോ അല്ലെങ്കിൽ നമ്മൾ നിയമപരമായ നടപടി ഉണ്ടാകാറില്ല. ഇവർ പഠിച്ച് അല്ലെങ്കിൽ കോളേജിലേക്ക് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കോളേജുകളിലേക്ക് എത്തുമ്പോൾ ഇതിലും വലിയ രീതിയിൽ, കാരണം ഈ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ അക്രമവാസനയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ പോലും ഒരു നടപടി ഇവർക്കെതിരെ സ്വീകരിക്കാത്തത്? ആന്റി റാഗിംഗ് സംവിധാനം അല്ലെങ്കിൽ ലഹരിക്കെതിരായ സമിതികളൊക്കെ ഉണ്ട് എന്ന് വലിയ ഉദ്ഘോഷിക്കുന്ന പല സ്കൂളുകളും ഇതുപോലെ കുട്ടികളുടെ അക്രമവാസനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘർഷങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അനുമോദ്? സത്യം പറഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ എല്ലാ സ്കൂളുകളിലും PTA അവകാശപ്പെടുന്നത് ഞങ്ങൾ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഞങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ പിടിച്ചു വാങ്ങിക്കാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടുകാരെ വിവരം അറിയിക്കാറുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു അധ്യാപകന് പോലും ഒരു പക്ഷേ ഇത് ചിലപ്പോൾ ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. കാരണം ഈ കുട്ടികൾ ഒന്നിച്ച് അയാളെ ആക്രമിക്കില്ല എന്ന് എന്താണ് ഈ അധ്യാപകന് ഉറപ്പ്? ഒപ്പം പഠിച്ചിരുന്ന ഒരുത്തനെ തല്ലിക്കൊന്നവർ അധ്യാപകനെ കൂട്ടത്തിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്ന് പറയാൻ കഴിയുമോ? അതും കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യില്ലേ? ജീവന് പേടിയില്ലാത്തത് ആരായുണ്ടാവുക? ഏത് അധ്യാപകനാണെങ്കിലും ഏത് വിദ്യാർത്ഥിയായാലും ഉമ്മാർ തീർക്കുമോ എന്നുള്ള പേടി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുക? അപ്പോൾ ഇവിടെ രക്ഷിതാക്കളെയാണ് ഇവിടെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ എങ്ങനെ അവർ യൂസ് ചെയ്യുന്നു ഇവർക്ക് അറിയണ്ടാവില്ല. ഇതിൻ്റെ സ്ക്രീൻ ലോക്ക് എന്താണ്, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഇൻസ്റ്റഗ്രാം എന്താണ്, ഇതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുട്ടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് അവരുടെ ബന്ധങ്ങൾ വ്യാപിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ഈ തലമുറയിൽപ്പെട്ട രക്ഷിതാക്കളിൽ 90% പേർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സൈബർ സാക്ഷരത എന്നുള്ള രീതിയിലല്ല, ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് രക്ഷിതാക്കൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ മക്കൾ പോകുന്ന വഴി ഏതാണെന്ന് അവർക്ക് അറിയാതെ പോകും. ഒരുപക്ഷെ അതുതന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രമാത്രം വഷളാവാനുള്ള ഒരു കാരണവും. കാരണം രക്ഷിതാക്കളെ കൃത്യമായിട്ട് കബളിപ്പിക്കാൻ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം രക്ഷിതാക്കൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ മക്കളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ മുതലെടുത്തുകൊണ്ട് അതേ ജനറേഷനിൽപ്പെട്ട അധ്യാപകരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ ഏത് കാലത്തും സജീവമായിട്ട് നിൽക്കുന്ന മാധ്യമം അല്ലെങ്കിൽ മീഡിയ ഏതാണോ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നവരെ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ രക്ഷിതാക്കൾ ഇക്കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടത്. മക്കളെ നിലനിൽക്കണമെങ്കിൽ, മക്കൾ വേണമെങ്കിൽ അതിനുവേണ്ടി അവർ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് ആദ്യം നമുക്ക് പറയേണ്ടി വരിക. കേട്ടോ? യെസ്, ഒരു തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലത്തുള്ള ഒരു വാക്കുകളാണ് CV അനുമോദിൻ്റെ
ഭാഗത്തു നിന്നും സി വി അനുമോദിൻ്റെ ഒരു നിരീക്ഷണം തന്നെ അതാണ്. കാരണം ഇവിടെ മാതാപിതാക്കളുടെ ഒരു ഇടപെടലാണ് ഇവിടെ ആദ്യം വേണ്ടത്. കുട്ടികൾ ആരൊക്കെയാണ് കുട്ടികളുടെ സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ അവരുപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതൊക്കെ മാതാപിതാക്കളുടെ കൃത്യമായൊരു നിരീക്ഷണം വേണ്ടതാണ്. മാത്രമല്ല സ്കൂളുകളിൽ ഇതുപോലുള്ള അക്രമവാസന ചുരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ PTA-യുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും വേണം. ഇതുപോലെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്.